Hi all, welcome back to another video. ഇന്ന് നമ്മൾ +1 കമ്പ്യൂട്ടർ സയൻസിലെ സെക്കൻഡ് പാഠം ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്രയിലെ പാർട്ട് 5 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിമോർഗൻസ് തിയറം എന്താണ്, പിന്നെ സർക്യൂട്ട് ഡിസൈൻ ഉണ്ട്. നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ട് ആയിട്ട് ഡിസൈൻ ചെയ്യുക, പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്താണെന്ന് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കും. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നത്തെ പാർട്ട് കാണാത്തവർ ദയവേത് കാണുക. കോൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഡിമോർഗൻസ് തിയറം എന്താണ്. ഓക്കെ, അപ്പോൾ ബൂളിയൻ ആൾജിബ്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് ഡിമോർഗൻസ് തിയറം. ഡിമോർഗൻസ് എന്ന് പറയുന്ന ഒരു മാത്തമെറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ലോജിഷ്യനാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം രണ്ട് തിയറം കണ്ടെത്തി. എക്സ് പ്ലസ് വൈ ദ ഹോൾ ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് എന്ന് പറയുന്ന ഒരു തിയറം, പിന്നെ എക്സ് ഡോട്ട് വൈ ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ്. ഓക്കെ, ഇത് ഈ ഒരു എക്സ്പ്രഷൻ ഇതിന് ഈക്വൽ ആണ് എന്ന് പറയാം. പിന്നെ ഇത് എന്ന് പറയും ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷന് ഈക്വൽ ആണ് എന്നാണ് ഡിമോർഗൻസ് തിയറം പറയുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ്. ഓക്കെ, ഒരു സം ഓഫ് ബൂളിയൻ വേരിയബിളിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്. ഓക്കെ, ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് ഓരോ വേരിയബിളിന്റെ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഇതിലുള്ള ഇൻഡിവിജ്വൽ വേരിയബിളിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോഡക്റ്റ് ആണ്. പിന്നെ അതേപോലെ എക്സ് ഡോട്ട് വൈ ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ബൂളിയൻ വേരിയബിൾസ്, പ്രോഡക്റ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോൾ എക്സ്പ്രഷൻ ഈ ബൂളിയൻ വേരിയബിൾസിന്റെ പ്രോഡക്റ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റിന്റെ സം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതായിരുന്നു സെക്കൻഡ് തിയറം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഒരു ബൂളിയൻ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ വലിയൊരു ഇക്വേഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് തിരിച്ച് ഇതുപോലെ എഴുതാം. ഓക്കെ, അപ്പൊ അതാണ് ഡിമോർഗൻസ് തിയറം പറയുന്നത്. അങ്ങനത്തെ രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ രണ്ട് തിയറം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം പറഞ്ഞു ഇത് ഈക്വൽ ആണ്, ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന്. നമുക്കതൊന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം ഇത് ശരിയാണോ അല്ലയോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യത്തെ പ്രൂഫ് എടുക്കുന്നു. ഓക്കെ, ആദ്യത്തെ പ്രൂഫിൽ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ബേസ് എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ നമ്മളിത് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിമെന്റ് ലോ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഒരു വേരിയബിളിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, എക്സ് പ്ലസ് വൈ, ആദ്യത്തെ തിയറം ഉണ്ടോ ഞാൻ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഓക്കെ, ഇസഡ് പറയുന്ന ഒരു വേരിയബിളിന്റെ അകത്ത്, എന്നിട്ട് നമ്മൾ ഇസഡിന് എന്ത് ചെയ്യുന്നു, കോംപ്ലിമെന്റ് കാണുക. ഇസഡ് ഈസ് ഈക്വൽ ആണ് എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് അല്ലെ. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈന്റെ ഹോൾ ഡാഷ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ മുന്നത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇസഡ് പ്ലസ് ഇസഡ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഉത്തരം വരിക, 1. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ്ലേറ്റില് ഒരു വേരിയബിൾ അതിന്റെ കോംപ്ലിമെന്റിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അപ്പൊ നമ്മൾ ഇതെന്താ പറഞ്ഞത്, ഇതിന് എന്താ ഈ ലോന്റെ പേര് എന്തായിരുന്നു, കോംപ്ലിമെന്റ് ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഇസഡും ഇസഡ് ഡാഷും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇസഡിനകത്ത് എന്തായിരിക്കും, എക്സ് പ്ലസ് വൈയും, ഇസഡ് ഡാഷിന്റെ അകത്ത് എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷും. ഓക്കെ, അപ്പൊ നമ്മളിത് ഇവിടെ എഴുതാണ് എക്സ് പ്ലസ് വൈയും എന്ത് ചെയ്യുക, ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതുക പ്ലസ് എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ്, എന്നിട്ട് 1. ഈ 1 എന്ത് ചെയ്തു, എഴുതി. അപ്പൊ ഇത് ഈക്വൽ അല്ലേ, ഇതും ശരിയല്ലേ എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ അസ്യൂം ചെയ്യുന്നു ഡിമോർഗൻസ് പറഞ്ഞ ഈ ലോ ശരിയാണ്. ഓക്കെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് ആണ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇത് എന്തിനാ അസ്യൂം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ, ഓക്കെ അത് ശരിയായത് കൊണ്ടാണ് നമുക്ക് ഇവിടെ 1 കിട്ടിയത്. മനസ്സിലായോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇതിന്റെ പകരം എന്ത് ചെയ്യുക, എക്സ് ഡാഷ് പ്ലസ് വൈ എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് ആണ്. തെറ്റിക്കല്ലേ, എനിക്ക് തെറ്റി. ഓക്കെ,
അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കണേ. എവിടെ? ഇവിടെ ഇത് കണ്ടോ. ബാക്കി പി പി ടിയിൽ ഫുള്ള് തയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ തുടക്കം ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ, ഡീറ്റെയിലോട്ട് കടക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ്, ഈ സാധനം ഇവിടെ എഴുതി അല്ലെ. ഇവിടെ ഇങ്ങനെയായിരുന്നു, എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് ആയിരുന്നു, അതിന്റെ പകരം എന്ത് ചെയ്തു, എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് എഴുതി. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഡാഷ് ഡോട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ ഡാഷ്. കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊരു തരം ഡിസ്ട്രിബ്യൂഷൻ ആണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഡീഷൻ ഓവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓവറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡീഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫുൾ എക്സ്പ്രഷൻ, ഈ പ്ലസോട് കൂടിയുള്ള എക്സ്പ്രഷനിൽ ഇതിൽ ഓരോ വേരിയബിളിന്റെ കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് ഒരു വേരിയബിളോട് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത വേരിയബിളിലോട്ട് ഈ ഫുൾ എക്സ്പ്രഷൻ ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഇങ്ങനത്തെ രണ്ട് എക്സ്പ്രഷൻ കിട്ടുക. നോക്കൂ, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഡാഷ്, അതല്ല ഇത് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഡാഷ്. ഈ ഡോട്ട് വെച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഡോട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ ഡാഷ് അല്ലെ, എക്സ് പ്ലസ് വൈ പ്ലസ് വൈ ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി, ഇതും ഇതും ക്യാൻസൽ ആയി നമുക്ക് 1 കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോംപ്ലിമെന്റ് ലോയില് എക്സ് പ്ലസ് എക്സ് ഡാഷ് എന്താണ്, 1. ഇനി വൈ പ്ലസ് വൈ ഡാഷ് എന്താണ്, അടുത്ത ഡോട്ട് എക്സ് പ്ലസ് വൈ ഡാഷില് വൈ പ്ലസ് വൈ ഡാഷ് എന്താ, 1. അപ്പൊ എക്സ് പ്ലസ് 1 കിട്ടി. അപ്പൊ 1 പ്ലസ് വൈ ഡോട്ട്, നോക്കൂ, ഇതിനെ നമ്മൾ വീണ്ടും ഇക്വേറ്റ് ചെയ്ത് 1 പ്ലസ് വൈ ഡോട്ട് 1 പ്ലസ് എക്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 1 കിട്ടി. നമ്മൾ ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് എക്സോ അല്ലെങ്കിൽ 1 പ്ലസ് എ 1 പ്ലസ് ബി എന്താണ്, 1 ആണ്. 1 ഡോട്ട് എ എന്ന് പറയുന്നത് എന്താ, എ ആണ്. എന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിസൾട്ട്. അപ്പൊ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഹെൻസ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഹെൻസ് പ്രൂവ്. എന്നല്ല നമ്മൾ പഠിച്ച ശീലം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇത് ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഡിമോർഗൻസിന്റെ തിയറം ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആർ എച്ച് എസിലോട്ട് നമുക്ക് എന്ത് എത്തി, ആൻസർ എത്തി. അപ്പൊ എന്താ, അപ്പൊ ഡിമോർഗൻസ് പറഞ്ഞ ലോ ശരിയാണ് അല്ലെ. ഇനി നമ്മള് ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തത് വെച്ചാൽ നമ്മള് ആക്സിയംസ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് പോസ്റ്റുലേറ്റ്സും ആക്സിയംസും. എന്തിനാ, അവര് ബേസിക് കാര്യമാണ്, ബേസിക് ആണ്. ഏറ്റവും ബൂളിയൻ ആൾജിബ്രയിലെ ബേസിക് എക്സ്പ്രഷൻസ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ കോംപ്ലക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിമോർഗൻസ് തിയറം ശരിയാണെന്ന് സോൾവ് ചെയ്തത്. അതേപോലെ ഡിമോർഗൻസിന്റെ വേറൊരു ഇതേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ അത് ഹോംവർക്ക് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു തരാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ്, ഇത് എങ്ങനെ കിട്ടി. അപ്പൊ ആദ്യം നമ്മൾ ഈ സാധനം ഇല്ലേ, എക്സ് പ്ലസ് വൈനെ സെഡിലോട്ട് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഈ ഇതൊന്ന് മായ്ക്കാം. ഓക്കെ, സോ അപ്പൊ ഇതെങ്ങനെ കിട്ടി എന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി, ഇത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിത് അഡീഷൻ വെച്ചിട്ടായിരുന്നു മുന്നേ ചെയ്തത് അല്ലെ. എക്സ് അല്ല, ഇസെഡ് പ്ലസ് ഇസെഡ് ഡാഷ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 1 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഡോട്ട് മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമോ നോക്കാം. കാരണം ഇസെഡ് ഇൻറ്റു ഇസെഡ് ഡാഷ് എന്ന് പറയുന്നത് 0 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് കോംപ്ലിമെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വേരിയബിളിന്റെ കോംപ്ലിമെന്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടുക. അപ്പൊ അത് വെച്ച് നമ്മൾ ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇസെഡ് ഡാഷ് കാണുന്നു. ഇസെഡ് ഡാഷ് എന്താ, ആ എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത്, ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ പിന്നെ ഡോട്ട് എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അയ്യോ ഹോൾ ഡാഷ് ഇവിടെയാണല്ലേ, ഹോൾ ഡാഷ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. ഓക്കെ, 0 കിട്ടണം. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്താ, എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് ആണ്. അത് എന്ന് വെച്ചാൽ ഡിമോർഗൻസിന്റെ തിയറം ശരിയാണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഡോട്ട് ഇതെല്ലാം കിട്ടുക എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ്, എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ്. ഇതും സെയിം ആണ്. ഡോട്ട് ഇതും
ഇതിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഇത് കിട്ടി, ഡി മോർഗൻസ് തിയറം യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടണം? ഈ LHS വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണം? RHS കിട്ടണം, 0. ഓക്കെ, അപ്പൊ നമ്മൾ ഡി മോർഗൻസ് ലോ ശരിയാണെന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തു. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. ഓക്കെ, ആ ഒരു തിയറമാണ്. അപ്പൊ ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വേരിയബിൾക്ക് ഇട്ടിട്ട് പ്ലസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, അടുത്ത വേരിയബിൾക്ക് ഇടുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു 2 ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ടുള്ളത് കളയുക, അല്ല കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന കളയുക. മൾട്ടിപ്ലിക്കേറ്റീവ് കോംപ്ലിമെന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ? 0 കിട്ടും. 0 ഇൻറ്റു വൈ ഡാഷ് വരും പ്ലസ്. ഇനി ഇവിടെ ഏതാ കോമൺ? വൈ ഡാഷും വൈയും. അപ്പൊ ഇവിടെ എന്തായി? നമുക്ക് 0 വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 0 ഇൻറ്റു എക്സ് ഡാഷ് കിട്ടി. 0 വെച്ച് എന്ത് നമ്മൾ ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ 0 വെച്ച് നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടുക. അപ്പൊ 0 ഇവിടെ കിട്ടി, പ്ലസ് 0 അപ്പുറത്തും കിട്ടി. 0 പ്ലസ് 0 നമുക്ക് 0 കിട്ടി. അപ്പൊ എന്താ? ഡി മോർഗൻസ് തിയറം എന്താണ്? ശരിയാണ്. അപ്പൊ ഈ ഒരു പ്രൂഫ് ശരിയാണ്. ഇനി അടുത്തത് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ഉത്തരം ഉണ്ടെങ്കിൽ കമന്റ് അയക്കുക. ഓക്കെ, അപ്പോ എങ്ങനെയാ നമുക്ക് അപ്പൊ ഐഡിയ മനസ്സിലായാലും ഇത് വെച്ചിട്ട് തന്നെ എല്ലാം തുടങ്ങുക. ഓക്കെ, അപ്പൊ ആദ്യം ഇത് ഈ ഒരു മെത്തേഡിൽ തുടങ്ങണം കേട്ടോ. സെക്കൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് ഇസഡിന്റെ അകത്ത് എന്ത് ചെയ്യുക? എക്സ് ഡോട്ട് വൈ കൊടുക്കുക. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സ് ഡോട്ട് വൈ ഡാഷ് ഇസഡ് ഡാഷിന്റെ അകത്ത് കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കോംപ്ലിമെന്റ് ലോ വെക്കുക. എക്സ് പ്ലസ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. പിന്നെ അടുത്ത ഇത് വെച്ച് കമ്പ്യൂട്ട് ചെയ്യുക. ഇതെന്താ? മറ്റേത് വെച്ചിട്ട് എക്സ് ഡോട്ട് എക്സ് ഡാഷ് എന്ന് വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ? നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടുക വെച്ചാൽ ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ ഈ പ്രൂഫ് ശരിയാണ്. ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 0 കിട്ടണം. ഓക്കെ, ഇനി അടുത്തതാണ്, നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിനെങ്ങനെ ലോജിക്കൽ സർക്യൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ലോജിക്കൽ സർക്യൂട്ട് ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ, അല്ലെ ലോജിക്കൽ സർക്യൂട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ലോജിക് ഗേറ്റ്സ് അറിയണം. 3 തരം ലോജിക് ഗേറ്റ് ഉണ്ട്: ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇതിന്റെ എന്താണ് സ്പെഷ്യാലിറ്റി? ഇത് അഡീഷൻ ആണ് യൂസ് ചെയ്യുക, ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഇത് നോട്ട് ഓപ്പറേഷൻ. ഒക്കെ ലോജിക്കൽ ആണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ? എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ ഡാഷ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് കോമ വൈ എന്ന് പറയുന്നത് ബൂളിയൻ വേരിയബിൾ ആണ്. ഈ വേരിയബിളിനകത്ത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ഇടുമ്പോൾ ഇങ്ങനെയാണ് ഒരു ടാസ്ക് വരിക. ഓക്കെ, മീൻസ് ഇതാണ് ബൂളിയൻ എക്സ്പ്രഷൻ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ലോജിക് സർക്യൂട്ട് ഓക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം എന്താ വേണ്ടത്? പ്രസിഡൻസ് എന്താണെന്ന് അറിയണം നമുക്ക് ഓപ്പറേറ്ററിൽ. പ്രസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യം. അപ്പോൾ ബോർഡ് മാസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതേപോലെ ബൂളിയൻ എക്സ്പ്രഷനിൽ പ്രസിഡൻസ് എങ്ങനെയാ പോകുന്നത് വെച്ചാൽ ആദ്യം നോട്ട് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആൻഡ്, അത് കഴിഞ്ഞിട്ട് ഓർ. ഇങ്ങനെയാണ് എപ്പോഴും എന്ത് ചെയ്യുക? ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഫ്ലോ. ആദ്യം നോട്ട് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നോട്ടിനെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുള്ളൂ? കമ്പ്യൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? ആൻഡിനെ കമ്പ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നോട്ടിന് നോക്കാം. യെസ്, നോട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഇൻപുട്ടാണ് ഉള്ളത്, എക്സും വൈയും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ഓക്കെ, നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? വൈ ഡാഷ് കിട്ടി. വൈൻ്റെ വൈ ഡാഷ് ആയില്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന ആൻഡ് ഗേറ്റ് ഫോർ എക്സ് ഡോട്ട് വൈ. അങ്ങനെയും ചെയ്യാം, കാരണം നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നില്ല. എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഡിസൈനിങ് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ഞാൻ പ്രസിഡൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ലോജിക്കൽ ഓപ്പറേഷൻ എപ്പോഴും ഇങ്ങനെയാണ് പ്രസിഡൻസ് ചെയ്യുക. അപ്പൊ എനിക്കൊരു താല്പര്യം ഇങ്ങനെ ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു. ഓക്കെ, നമുക്ക് എക്സിന്റെ ഇൻപുട്ടും വൈൻ്റെ ഇൻപുട്ടും എന്ത് ചെയ്യണം? ആൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വൈന് ഇവിടെ നിന്നിട്ട് ഒന്ന് ചെറിയ കണക്ഷൻ കൊണ്ട് എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക. അപ്പൊ ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ, ആൻഡ് ഗേറ്റ്. ഈ എക്സ് ഇവിടെ എഴുതണം കേട്ടോ, ഒന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഡോട്ട് വൈ കിട്ടി. അപ്പൊ നമുക്ക് എക്സ് ഡോട്ട് വൈ ഉണ്ട്, വൈ ഡാഷും ഉണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് പ്ലസ് ചെയ്യണം. കമ്പൈൻ ദ റിസൾട്ട് വിത്ത് ഓർ ഗേറ്റ് എന്നാണ് പറയുന്നത്, അല്ലെ? എന്നാലേ നമുക്ക് എക്സ് ഡോട്ട് പ്ലസ് വൈ ഡാഷ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കുറച്ചും കൂടി താഴെ കൊണ്ടുവരാം. എന്ത് ചെയ്യുക? ഒരു ഓർ ഗേറ്റ് ഇങ്ങനെ വരയ്ക്കുക. ഈ ഓർ ഗേറ്റ് ആണ് കേട്ടോ. അപ്പൊ എൻ്റെ ഓർ ഗേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് കാണാൻ. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ വൈ ഡാഷും എക്സ് ഡോട്ട് വൈ ഡാഷും ഇതും കൂടി ഇതിന് ഇൻപുട്ടായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ ഡാഷ് എന്ന് പറയുന്ന ഉത്തരം കിട്ടി, അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ലോജിക്കൽ സർക്യൂട്ട് പെർഫോം ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ കുറെ ഉണ്ട്. അപ്പൊ അത് നോക്കി എന്ത് ചെയ്യുക? റെഡിയാക്കുക. മീൻസ് ഒന്ന് പഠിക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്?
സിമ്പിൾ സാധനമാണ്. ലോജിക് സർക്യൂട്ട് എവിടെയൊക്കെ ഓപ്പറേറ്റർ കാണണം അതിന്റെ ഇടയിൽ ലോജിക് സർക്യൂട്ട് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക, മീൻസ് ഡിസൈൻ ചെയ്യുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ ഗേറ്റ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. യൂണിവേഴ്സൽ ഗേറ്റ് ആണ് ഫൗണ്ടേഷൻ ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വലിയ ഡിസൈൻസും അല്ലെങ്കിൽ നല്ല ഡിസൈനുള്ള മീൻസ് നല്ല കോംപ്ലക്സ് ഉള്ള ഡിജിറ്റൽ സർക്യൂട്ട്സ് എല്ലാം നാൻഡ് ഗേറ്റ് വെച്ച് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്തെടുക്കാം. മീൻസ് ഒരുപാട് ഗേറ്റ്സിന്റെ ആവശ്യം വരുന്നില്ല, നാൻഡ് ഗേറ്റ് തന്നെ മതി, ധാരാളമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ലോജിക് സർക്യൂട്ട് ബിൽഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നാൻഡും നോറും വെച്ചിട്ട്, അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ഓർ നോട്ട് പറയുന്ന ഗേറ്റ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോംപ്ലക്സിറ്റി എന്താണ്, കുറയുന്നുണ്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം എന്ത് ചെയ്യാം, നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, സിമ്പിൾ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പലതും ചെയ്യാം. അപ്പൊ നമുക്ക് നാൻഡ് ഗേറ്റിനെ പറ്റി പഠിക്കാം. നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡിന്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ആൻഡിന്റെ ഔട്ട്പുട്ടിനൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു നാൻഡ് ഗേറ്റ് കിട്ടി. ഓക്കെ, ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ഫിഗർ. ഓക്കെ, അതിന്റെ ബേസിക് ഫിഗർ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയാണ് ഈ ഫിഗറിൽ കേട്ടോ. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിളിൽ എന്താ പറഞ്ഞാൽ, രണ്ട് ഇൻപുട്ട് 1 വരുമ്പോഴേ ഔട്ട്പുട്ട് 0 വരുള്ളൂ, ബാക്കി എല്ലാ കേസിലും എന്താ, ഔട്ട്പുട്ട് 1 ആണ്. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇനി നോർ ഗേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓറിന്റെ ഇൻവേഴ്സ് ആണ് നോർ. അപ്പൊ നോറില് രണ്ട് ഇൻപുട്ട് രണ്ട് ഇൻപുട്ടിലും 0 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യുള്ളൂ, 1 വരുള്ളൂ. ഓക്കെ, പിന്നെ എന്താ, ഈ നോറിന്റെ കൂടെ നോട്ട് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സോറി, ഈ ഓറിന്റെ കൂടെ നോട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നോർ ഗേറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം, നോറിന്റെ കൂടെ നോട്ട് കൊടുക്കുമ്പോൾ എന്ത് നോർ കിട്ടും, ഓറിന്റെ കൂടെ നോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോറ് കിട്ടും. പിന്നെ ട്രൂത്ത് ടേബിളിൽ രണ്ട് ഇൻപുട്ടിൽ 2 0 വരുമ്പോഴേ, ഈ ഇൻപുട്ടിൽ 2 0 വരുമ്പോഴേ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും എന്താ, 0 ആണ് കിട്ടുക. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ആവും, കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. നാൻഡ് ഗേറ്റിൽ എന്താണ്, രണ്ട് ഇൻപുട്ട് 1 വരുമ്പോഴേ ഔട്ട്പുട്ട് 0 ആയിരിക്കും വരിക. പക്ഷെ നോറിൽ അങ്ങനെയല്ല, രണ്ട് ഇൻപുട്ട് 0 വരുമ്പോഴേ ഔട്ട്പുട്ട് 1 വരുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ഔട്ട്പുട്ട് ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്താ വരിക, 0 വരിക. ഓക്കെ, പിന്നെ അടുത്ത നാൻഡ് ഗേറ്റ് വെച്ചിട്ട് മറ്റു സിംഗിൾ ഗേറ്റ്സ് അല്ലെങ്കിൽ ബേസിക് ഗേറ്റ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഒരു നാൻഡ് ഗേറ്റ് എടുത്തു. നാൻഡ് ഗേറ്റിന് മിനിമം 2 ഇൻപുട്ട് ആണ്, 1 ഇൻപുട്ട് വരുന്ന നാൻഡ് ഗേറ്റ് ഇല്ല. അപ്പൊ മിനിമം 2 ഇൻപുട്ട് ആണ്. അപ്പൊ അതിന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഇൻപുട്ട് അല്ലേ, രണ്ട് ഇൻപുട്ടിലോട്ടും എന്ത് ചെയ്തു, എ കൊടുത്തു, എ പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുക. എന്റെ അകത്ത് എന്ത് ചെയ്തു, ഇൻപുട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നാൻഡിന്റെ അകത്ത് പോയി. എന്നിട്ട് എന്താ കിട്ടുക, എ ഡോട്ട് എ, ഐഡം ബോട്ടൻ ലോ. ഓക്കെ, അതോ മനസ്സിൽ വെക്കുക, ഐഡം ബോട്ടൻ ലോ, എ ഡോട്ട് എ എന്താ, എ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലിമെന്റ് അതേപോലെ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ നോട്ട് കിട്ടി. ഇനി നാൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റിൽ എങ്ങനെ, സോറി നാൻഡ് അല്ല, ആൻഡ് ഗേറ്റ്. അപ്പൊ നാൻഡ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ആൻഡ് ക്രിയേറ്റ് ചെയ്യാം. രണ്ട് ഇൻപുട്ട് ഉണ്ടല്ലോ ആൻഡ് ഗേറ്റിന് അല്ലെ. അപ്പൊ എയും ബിയും നാൻഡ് ഗേറ്റിലും, സോറി എയും ബി ആൻഡ് ഗേറ്റിൽ പോയാൽ എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, എ ഡോട്ട് ബി ആണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എയും ബി എന്ത് ചെയ്തു, നാൻഡ് ഗേറ്റിന്റെ അകത്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ ഡോട്ട് ബി ഹോൾ ബാർ കിട്ടി. നാൻഡ് ഗേറ്റ് എന്താണ്, നോട്ട് ഗേറ്റ്, ആൻഡിന്റെ കൂടെ നോട്ട് ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റ് ആയി. അപ്പോൾ ആൻഡിന്റെ ഔട്ട്പുട്ട് ആണ് എ ഡോട്ട് ബി. എന്നിട്ട് അതിന്റെ കൂടെ ഒരു കോംപ്ലിമെന്റ് ചെയ്തപ്പോൾ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഇനി അതിന്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ഇടാൻ, നമ്മൾ നോട്ട് ഗേറ്റ് ഇടുന്നില്ല, നമ്മൾ നാൻഡിനെ നോട്ടാക്കി ഇടുകയാണ്. നോക്കൂ, ഈ സാധനം അല്ലേ ഇവിടെ ഇട്ടിരിക്കണേ, ഇവിടെ ഇട്ടിരിക്കണേ. അത് ഇട്ടപ്പോൾ എന്താ, ഈ കോംപ്ലിമെന്റിന്റെ മേലെ ഒരു കോംപ്ലിമെന്റ് കൂടി വന്നു. അപ്പൊ ഡബിൾ കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ ഇൻവല്യൂഷൻ ലോ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇൻവല്യൂഷൻ ലോ എന്തായി, ഈ രണ്ട് കോംപ്ലിമെന്റും പോയി. അപ്പൊ എ ഡോട്ട് ബി. ഇനി അടുത്തത് ഓർ ഗേറ്റ്. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കുറച്ച് ലോജിക് ഉണ്ട്. ഇതിലാണ് ഡിമോർഗൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച്. അപ്പോൾ നോട്ട് ആക്കുക ആദ്യം, എ ബി ഇൻപുട്ട് നമുക്ക് ഓർ ഗേറ്റിൽ എന്താ വരിക, എ പ്ലസ് ബി ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എയും ബിനെ ആദ്യം കോംപ്ലിമെന്റ് കാണും. അപ്പൊ എന്ത്, എയും ബിയും കോംപ്ലിമെന്റ് കണ്ടിട്ട് ഇതിനെന്ത് ചെയ്യുന്നു, ഒരു നാൻഡ് ഗേറ്റിന്റെ അകത്ത് ഇടണം. ഓക്കെ, നാൻഡ് ഗേറ്റിന്റെ അകത്ത് ഇടുമ്പോൾ എന്താവും, എ കോംപ്ലിമെന്റ് നാൻഡ്, ബി കോംപ്ലിമെന്റ് പറയുമ്പോൾ എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്. ഓക്കെ,
ഹോൾ കോംപ്ലിമെന്റ്. സോ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ എന്ത് ചെയ്യുക? ഡി മോർഗൻസ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ ഡി മോർഗൻസ് ലോ പറയുന്നത്? എക്സ് ഡോട്ട് വൈ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഡോട്ട്, അല്ല ഡോട്ട് പോയിട്ട് എന്താവും? പ്ലസ് ആവും ബി കോംപ്ലിമെന്റ് അല്ലെ. അപ്പൊ ഇവിടെ കോംപ്ലിമെന്റ് ആയതുകൊണ്ട് കോംപ്ലിമെന്റ് ക്യാൻസൽ ആയി. ഇവിടെ ക്ലിയർ ആയിട്ട് ചെയ്താ എ പ്ലസ് ബി ആവും അല്ലേ? എങ്ങനെ ഏത് ഇക്വേറ്റ് ചെയ്തപ്പോ? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, ഈ കോംപ്ലിമെന്റ് ക്യാൻസൽ ആയി, ഇത് പ്ലസ് ആയി, ഈ കോംപ്ലിമെന്റ് ക്യാൻസൽ ആയി, ഇത് ബി ആയി. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി ആയി. അതേപോലെ തന്നെ നോറ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ വീണ്ടും എ പ്ലസ് ബി ആണ് ഇൻപുട്ട് ആവുക. മീൻസ് നോർ ഗേറ്റിൽ നമുക്ക് എ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ ഐഡംപൊട്ടൻ ലോ വീണ്ടും ആലോചിക്കുക. ഐഡംപൊട്ടൻ ലോ എ പ്ലസ് എ ആണ്. എന്നിട്ട് ഈ നോട്ടിന്റെ ഇത് പോവും മേലെ. ഓക്കെ, ഈ എ പ്ലസ് എ ഹോൾ കോംപ്ലിമെന്റ് ആയിരിക്കും വരിക ഔട്ട്പുട്ട്. അപ്പോൾ ഇത് എന്താ? ഐഡംപൊട്ടൻ ലോയില് എ പ്ലസ് എ ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ കോംപ്ലിമെന്റ് അതേ കോംപ്ലിമെന്റ് താഴെ ഉണ്ടാവും. അപ്പൊ എന്താവും? നോട്ട് ആവും. പിന്നെ ഓർ ഗേറ്റില് എന്താ വരിക? അപ്പൊ നമുക്ക് നോർ ഗേറ്റില് ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതേപോലെ ആൻഡ് ഗേറ്റില് നാൻഡ് ഗേറ്റില് ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണ പോലെ നോർ ഗേറ്റില് ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും രണ്ടും സെയിം ആണ്. കണ്ടോ? അതേ ആർക്കിടെക്ചർ. രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു, നോർ ഗേറ്റിനകത്ത് കൊടുക്കുന്നു. എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെന്റ് ആവുന്നു. അതിന് വീണ്ടും നോട്ട് ചെയ്യുമ്പോൾ ഡബിൾ കോംപ്ലിമെന്റ് ആയിരിക്കും. ആ ഡബിൾ കോംപ്ലിമെന്റ് എന്താവും? ക്യാൻസൽ ആവും. അതേപോലെ നോർ ഗേറ്റില് നമുക്ക് ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അപ്പോൾ നാൻഡ് ഗേറ്റിൽ ഓർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. നോർ ഗേറ്റിൽ ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ എന്താ? അതേ പഴയ പോലെ രണ്ടെണ്ണത്തിന് കോംപ്ലിമെന്റ് ആണ്. ഡി മോർഗൻസ് തിയറം വെച്ചിട്ട് എന്ത് ചെയ്യുക? തിയറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം വീണ്ടും ഈ രണ്ട് കോംപ്ലിമെന്റ് കൂടെ എന്ത് ചെയ്യുക? നോർ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്. കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ പാർട്ട് 5 കഴിഞ്ഞു. ഇതിൽ നമ്മൾ മെയിനായി പഠിച്ചത് എന്താണ്? ഡി മോർഗൻസ് തിയറം. ഡി മോർഗൻസ് തിയറത്തിന്റെ ബേസിക്സ് കാര്യങ്ങൾ പഠിച്ചു. മീൻസ് രണ്ട് തിയറും ഉണ്ടായിരുന്നു. രണ്ട് തിയറം നമ്മൾ പ്രൂഫ് ചെയ്തു ശരിയാണോ നോക്കിയിട്ട്. അതിൽ ഒരു പ്രൂഫ് ഞാൻ ചെയ്തു തന്നു. അതേ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് പ്രൂഫ് നിങ്ങൾ ചെയ്തിട്ട് എന്താ കിട്ടിയ ഉത്തരം എന്ത് ചെയ്യുക? കിട്ടിക്കഴിഞ്ഞാൽ യെസ് കിട്ടി എന്ന് പറയാ. വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ നാൻഡ് നോറ് എന്ത് ചെയ്യുക? നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നാൻഡ് നോർ എന്താ? യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. അത് വെച്ച് നമുക്ക് ഏത് വേറെ ഗേറ്റോ അല്ലെങ്കിൽ എന്ത് വേറെ സർക്യൂട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? ബിൽഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. പിന്നെ അതെ, നാൻഡ് നോർ ഗേറ്റ് വെച്ചിട്ട് ആൻഡ് ഓർ നോട്ട് ഗേറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാന്ന് പഠിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ +1 സെക്കൻഡ് ചാപ്റ്റർ ഡാറ്റ റെപ്രസെന്റേഷൻ ബൂളിയൻ ആൾജിബ്ര ഏകദേശം അല്ല മിക്കവാറും കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ തേർഡ് ചാപ്റ്റർ ആയിട്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരും പഠിച്ചോട്ടെ.